ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. തമ്പനയിൽ കണ്ടതുപോലെ കീം എക്സാമിലേക്ക് ജസ്റ്റ് 1 വീക്ക് 7 ഡേയ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം ഏത് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഞാനും ഒരു കീം എൻട്രൻസ് എഴുതിയ ഒരു വിദ്യാർത്ഥിയാണ്. സോ അതിന്റെ എക്സ്പീരിയൻസും എൻ്റെ വിദ്യാർത്ഥികളോട് ഇതിനു മുമ്പ് ഞാൻ അവരോട് സംസാരിച്ച എക്സ്പീരിയൻസും വെച്ചിട്ട് ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, അതേപോലെ എങ്ങനെ ഫൈനൽ പ്രിപ്പറേഷൻ മാക്സിമം അടിപൊളിയാക്കാം, ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാരണവശാലും ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകില്ല. പ്രോപ്പറായിട്ട് കാണുക. നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടെ ഇനിയും വരാൻ പോകുന്ന ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. മക്കളെ, അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് കീം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈവൻ നീറ്റ് എക്സാം എഴുതുന്നവരും JEE മെയിൻസ് എഴുതിയവരും എല്ലാം തന്നെ കീം എക്സാം ട്രൈ ചെയ്യാറുണ്ട്. കാരണം എക്സാം കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. സോ കേരളത്തിലുള്ള അത്യാവശ്യം നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആർക്കിടെക്ട് അതുപോലത്തെ ചില അഗ്രികൾച്ചറൽ കോഴ്സുകളൊക്കെ നമുക്ക് ഈ കീമിന്റെ സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്കറിയാം. സോ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സാം ആണ് കീം. സോ നിങ്ങൾ ഈ ഫൈനൽ ടൈം പ്രോപ്പർ ആയിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന സ്കോറിനേക്കാളും ഒരു 25% കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എല്ലാവരും ശ്രദ്ധയോടൊന്ന് നോക്കിയിരിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, ഈ അവസാനത്തെ 7 ദിവസം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു ദിവസം മിനിമം പഠിക്കാൻ കണ്ടെത്തേണ്ട സമയം 15 മണിക്കൂറാണ് സെറ്റ് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഓരോന്നിനും ഡിഫറെന്റ് വെയിറ്റേജ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ കീമിന്റെ സിലബസ് വൈസ് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ഏകദേശം ഒരു വെയിറ്റേജ് പെട്ടെന്നൊന്ന് നോക്കി വരാം. പക്ഷെ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇത് 1 by 1 ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പോസ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് ഏകദേശം എടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർ ആയിട്ട് അനാലിസിസ് നടത്തിയതിനു ശേഷം ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. ഫസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ ഓർക്കുക, +2 മാത്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസും ഇന്റഗ്രൽ കാൽക്കുലസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഡിഫറൻഷ്യൽ കാൽക്കുലസിനും അതുപോലെ ഇന്റഗ്രൽ കാൽക്കുലസിനും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾ കൊണ്ടുവരണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്ലിയർ? എസ്പെഷ്യലി ഇപ്പൊ ഇന്റഗ്രേഷനകത്തൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉണ്ട്. അതിൽ തന്നെ ഇന്റഗ്രേഷനകത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈവൻ ഞാൻ എന്നെ ഒരു മാത്സ് ടീച്ചർ പരിചയപ്പെട്ടാൽ ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്ന ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വെയിറ്റേജ് മനസ്സിലാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്ലിയർ? അപ്പൊ കഴിഞ്ഞ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ +2 മാത്സിൽ നിന്നും ചാപ്റ്റർ വൈസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഓവറോൾ വെയിറ്റേജ് ആണിത്. അതിനനുസരിച്ച് ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. കോൺസെപ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ അടുത്ത +2 സ്ലൈഡിലേക്ക് ഒന്ന് പോവുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വെക്കാം. അതേപോലെ തന്നെ +1 മാത്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ ഓവറോൾ ഈ സ്ലൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2 ഡയമെൻഷണൽ ജോമെട്രിക്ക് വെയിറ്റേജ് കൂടുതലാണ്. 2 ഡയമെൻഷണൽ ജോമെട്രിക്ക് വെയിറ്റേജ് കൂടുതലാണ്. അതുപോലെ ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ബൈനോമിയൽ തിയറത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം, ആക്ച്വലി ഈ ചാപ്റ്റർ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഇപ്പൊ എനിക്കറിയാം, താഴെ കമന്റ് ചെയ്യും എല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിൾ ആണ്. അതെ, പക്ഷെ ഈ സാധനം എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. ഈ ബൈനോമിയൽ തിയറോ അതുപോലെ പെർമ്യൂട്ടേഷൻ വേറൊരു സാധനം, വേറൊരു ഇൻട്രസ്റ്റിലുള്ള സാധനമാണ്. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ആ മനസ്സിലാക്കലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷത്തെ 2023 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ ഒട്ടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടൈം ഷെഡ്യൂൾ, ഈ ഒരു വെയിറ്റേജ് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ സമയം ഷെഡ്യൂൾ ചെയ്യുക. +1 +2 മാത്സ് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിലേക്ക് വരാം. നിങ്ങൾക്കറിയാം, കീമിന് മാത്സിന് 75 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മൊത്തം 3 മണിക്കൂറാണ്. അതിൽ 1.5 മണിക്കൂറോളം നമുക്ക് മാത്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
പിന്നെ വരുന്ന 1.5 മണിക്കൂറിൽ ഏതാണ്ട് 45 ക്വസ്റ്റ്യൻസ് 1 അവർ നിങ്ങൾക്ക് ഫിസിക്സിന് കൊടുക്കാം. പിന്നെ ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഹാഫ് ആൻ അവർ നിങ്ങൾ കെമിസ്ട്രിക്കും കൊടുത്ത് അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് എക്സാക്ട് ഇത് തന്നെ ടൈമിംഗ് വേണമെന്നല്ല, നിങ്ങളുടെ കംഫർട്ടബിൾ ചാപ്റ്റർ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അത് പെട്ടെന്ന് ചെയ്ത് മാറ്റിയെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇനി ഫിസിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ +2 ഫിസിക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കാര്യം 4 തൊട്ട് 6 ക്വസ്റ്റ്യൻ വരെ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സിംഗിൾ ചാപ്റ്റർ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് അതിമാരക വെയിറ്റേജ് കൊടുക്കുക. ഇനി സീരീസ് ഓഫ് ചാപ്റ്റർ ചോദിച്ചാൽ അത് മോഡേൺ ഫിസിക്സ് ആണ്. 9-10 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചു കാണാറുണ്ട്. 8 to 9 ക്വസ്റ്റ്യൻ ആണ് ആവറേജ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നമ്പറിങ് ചെയ്തത്. സോ ഒരു സിംഗിൾ ചാപ്റ്റർ ചോദിച്ചാൽ അത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. സീരീസ് ഓഫ് ചാപ്റ്റർ, കാര്യം മോഡേൺ ഫിസിക്സിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ പഠിക്കാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ടോ അതുപോലെ ഒപ്റ്റിക്സുമായിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ, കാര്യം ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭീമനാണ്. റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ, അതായത് ബുദ്ധിമുട്ടാണെന്നല്ല, പക്ഷെ കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവനെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പമാണ്. അപ്പം ഇതിന് വെയിറ്റേജ് കൊടുക്കേണ്ടെന്നല്ല, പക്ഷെ ഇതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററുകൾക്ക് കൊടുക്കേണ്ടതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിക്കോട്ടെ, മൂവിംഗ് ചാർജ്, മാഗ്നറ്റിസം ഒക്കെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ അതിന് നല്ല പ്രയോറിറ്റി കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം ഇൻഡക്ഷൻ എ സി, നമുക്കറിയാം ഇൻഡക്ഷൻ എ സി അത്ര ഡിഫിക്കൽട്ട് ഒരു ചാപ്റ്റർ അല്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കീമിന് മിക്കപ്പോഴും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. LCR എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചിരിക്കണം. ഇനി നമുക്ക് +1 ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മെക്കാനിക്സിന്റെ പോർഷൻ മൊത്തത്തിൽ നോക്കിയാൽ ഭയങ്കര വെയിറ്റേജ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ എഴുതാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് എക്സാം ആണ്. അപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അറിയാലോ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗിലേക്ക് കൂടുതൽ നോക്കുന്നവരാണ് കീം എക്സാം മെജോറിറ്റി എഴുതുന്നത്. ഒരു മൈനോറിറ്റി അതല്ലാതെ എഴുതുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മെജോറിറ്റി സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷന് വേണ്ടിയാണ് നോക്കുന്നത്. ഇവിടെ മക്കളെ എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷന് വരുമ്പോൾ നമ്മളുടെ ഒരു എഞ്ചിനീയേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മാത്സ് മാൻഡേറ്ററി ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ മാത്സ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന, മാത്സിന്റെ ആപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മെക്കാനിക്സ് ആണ്. അപ്പൊ മെക്കാനിക്സ് ക്വസ്റ്റ്യൻസ്, മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, ലോസ്, വർക്ക്, റൊട്ടേഷൻ, ഗ്രാവിറ്റേഷൻ, പിന്നെ സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്ക് പോയി, ആൻഡ് ആഫ്റ്റർ ഓൾ ഓസിലേഷൻ ആൻഡ് വേവ്സ്. വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെ നിങ്ങൾക്ക് ഇത് നോക്കി കാണാം. അതിൽ തന്നെ നിങ്ങൾ നോക്കിയ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, റൊട്ടേഷൻ മാത്രം പഠിച്ചാൽ 10 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സീരീസ് ഓഫ് ചാപ്റ്റർ എടുത്താൽ തെർമോഡൈനാമിക്സ് 5 തൊട്ട് 6 വരെ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണാറ്. ഇതിന്റെ ഒരു വെയിറ്റേജ് നിങ്ങൾ അത് മനസ്സിലാക്കുക. വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ 1D 2D ലോസ്, വർക്ക്, റൊട്ടേഷൻ പോലത്തെ കോൺസെപ്റ്റ് അതിലെ ചാപ്റ്ററുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റീസെന്റ് ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോക്കി ഇതിനനുസരിച്ച് നിങ്ങൾ ഇനി സമയം കണ്ടെത്തണം. അതിനുള്ള സമയം എങ്ങനെ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്യുക, അതൊക്കെ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ റിവിഷൻ കഴിയും, മോക്ക് സീരീസ് എഴുതാൻ പറ്റും, നമ്മളുടെ ഒരു ഓവറോൾ സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ എത്താൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം. പക്ഷെ ഒരു കാര്യം, നമ്മൾ സീറോയിൽ നിന്ന് പഠിക്കരുത്, സീറോയിൽ നിന്ന് പഠിക്കുന്ന ഒരാളാകരുത്, ഫൈനൽ പ്രിപ്പറേഷൻ ഇരിക്കുന്ന ഒരാളായിരിക്കണം. ക്ലിയർ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ. യെസ്. ഇനി കെമിസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം +2 കെമിസ്ട്രി ഞാനിത് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. +2 കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, ഇതെല്ലാം ആവറേജ് ഒരു 2 to 5 ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 3 to 4, ഇലക്ട്രോ കെമിസ്ട്രിന്ന് 2 to 4, ഈ കെമിക്കൽ കൈനറ്റിക്സിന് 2 to 3. സെപ്പറേറ്റ്ലി ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ഭയങ്കര വെയിറ്റേജ് എന്ന് പറയാനൊന്നും ഇല്ല. പിന്നെ എനിക്കറിയാം പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ കീം എക്സാം എഴുതിയപ്പോൾ കെമിസ്ട്രി പൊതുവെ എന്റെ ബ്ലഡുമായിട്ട് ചേരുന്ന ഒരു സബ്ജക്റ്റ് അല്ലായിരുന്നു കെമിസ്ട്രി. പക്ഷെ കെമിസ്ട്രിയിൽ ഞാൻ അടിപൊളിയായിട്ട് പഠിച്ച സാധനം ഓർഗാനിക് കെമിസ്ട്രി. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അത് വരയ്ക്കാനും നെയിമിങ്ങും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അല്ലേ. അതുപോലെ പ്രോബ്ലം വരുന്ന ചാപ്റ്ററുകൾ എനിക്ക് തോന്നുന്നു സൊല്യൂഷന്, ഇലക്ട്രോ കെമിസ്ട്രി പോലത്തെ സൊല്യൂഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എൻട്രൻസിന് പഠിക്കുന്ന കാലത്ത്. അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി. മറിച്ച് പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ 19 ചാപ്റ്റർ മറ്റോ വരുന്നുള്ളൂ. ഇപ്പൊ ചാപ്റ്ററിന്റെ എണ്ണം കുറവാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. D and F ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു.
ബ്ലോക്ക്, എസ് ബ്ലോക്ക്, ഓക്സിജൻ ഹൈഡ്രജനോ ഞാൻ മറന്നുപോയി. അങ്ങനെ കുറെ സാധനങ്ങളൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബോറടിപ്പിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെ അല്ല. അപ്പം ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വെച്ചോ മക്കളെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും. സോ അതിനൊരു വെയിറ്റേജ് കൊടുക്കുക. നിങ്ങളുടെ +1 ചാപ്റ്ററിലേക്ക് എത്തിക്കഴിയുമ്പോൾ സം ബേസിക് കോൺസെപ്റ്റ് ഒക്കെ അടിപൊളി പ്രോബ്ലം റിലേറ്റഡ് ചാപ്റ്ററുകളാണ്, നമുക്ക് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററുകളാണ്. എന്റെ മോസ്റ്റ് ഫേവറേറ്റ് സാധനം ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 to 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് കിട്ടും. അതുപോലെ കെമിക്കൽ ഇക്വിലിബ്രിയം 3 to 5 ക്വസ്റ്റ്യൻ വരെ കിട്ടുന്നുണ്ട്. കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളാണ് അതൊക്കെ. അതുപോലെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ 5 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഓവറോൾ വെയിറ്റേജ്, ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ഏകദേശം എണ്ണം, എക്സാക്ട് ഈ എണ്ണം തന്നെ ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒക്കെ നടത്തി, അതേപോലെ എന്താ പറയുന്നത്, പ്രീവിയസ് ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ടുള്ള സജഷൻസ് ആണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു വെയിറ്റേജ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചിലര് ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം ക്ലാസിഫിക്കേഷൻ എലമെന്റ് ആൻഡ് പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് 1-2 ക്വസ്റ്റ്യനും, അതേ സ്ഥാനത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് 5 ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷ ഉള്ളപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന് കൂടുതൽ സമയം കണ്ടത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇത് മനസ്സിലാക്കാനാണ് ഈ അനാലിസിസ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ചാപ്റ്ററുകളിലെ പല കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് സീരീസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതിന്റെ ഒരു വെയിറ്റേജ് മനസ്സിലാക്കി നിങ്ങൾ അതൊന്ന് മുമ്പോട്ട് കൊണ്ടുപോവുക. കോൺസെപ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് ഒരു കാര്യം, ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കാം, ഇതെങ്ങനെ പ്രോപ്പർ റിവിഷൻ നടത്താം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് 16-ാം തീയതിയാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം 16-ാം തീയതിയാണ്. ധൃതി പിടിച്ച് ഈ വീഡിയോ ഇപ്പൊ ചെയ്യാനുള്ള റീസൺ തന്നെ നിങ്ങൾക്കറിയാം, ഒരാഴ്ച കൂടിയേ നമുക്ക് സമയമുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 7 days ആണ് നിങ്ങൾക്ക് ഇനി എക്സാമിലേക്കുള്ളത്. ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് 7 ദിവസം നിങ്ങൾക്ക് എക്സാമിലേക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ 4 ദിവസം റിവിഷന് വേണ്ടി മാറ്റുന്നു. ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4 days കംപ്ലീറ്റ് റിവിഷന് വേണ്ടി, അവസാനത്തെ 3 ദിവസം കംപ്ലീറ്റ് മോക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അതില് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ന് 16-ാം തീയതിയാണ്. അപ്പൊ 17-ാം തീയതി 17th April, ഈ 17-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഒരു ഡേനെ ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതിൽ 5 മണി തൊട്ട് 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്നതിന് യൂട്ടിലൈസ് ചെയ്യാം. എന്തിനാണ് ഈ അതിരാവിലെയുള്ള സമയം ഞാൻ മാത്സിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും ഏറ്റവും അടിപൊളിയായിട്ട് ഈ 12 മണി എന്ന് പറയാം, AM അല്ല കേട്ടോ, ഇത് PM ആണേ. അത് തെറ്റിപ്പോയതാ, ക്ഷമിക്കണം കേട്ടോ. രാവിലെ 5 തൊട്ട് ഇത് PM ആണേ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പം രാവിലെ 5 തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾ മാത്സ് പഠിക്കുക. മാത്സ് അത് രാവിലെ പഠിക്കാൻ പറഞ്ഞതിന്റെ റീസൺ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ഫ്രഷ് മെന്റാലിറ്റിയിലാണ് വരുന്നത്, പഠിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പം മാത്സ് പൊതുവെ വെയിറ്റേജ് കൂടുതലാണ്. നമുക്കറിയാം കീം എക്സാമിന്, അതായത് നീറ്റ് എഴുതുന്നവർക്ക് ബയോളജി പോലെയാണ് കീം എഴുതുന്നവർക്ക് മാത്സ്. അപ്പൊ മാത്സിന് വെയിറ്റേജ് കൂടുതലാണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾ അതിരാവിലെയുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം നിങ്ങൾ മാത്സ് പഠിക്കാൻ യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 17-ാം തീയതി പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചാപ്റ്റർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. +1 സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രി, കോംപ്ലക്സ് നമ്പേഴ്സ്, ലീനിയർ ഇൻഇക്വാലിറ്റി, പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം. ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്ന് ഈ സ്ലൈഡ് എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. പെട്ടെന്ന് ധൃതിക്ക് വന്ന് ഇവിടുത്തെ വേറൊരു ക്ലാസ് സെഷൻ കഴിഞ്ഞ് ഓടി വന്നിരുന്ന് ചെയ്ത സ്ലൈഡാണ്. എവിടെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ ഫസ്റ്റ് ഡേ ഈ സമയം കൊണ്ട്, ഈ ഒരു കാണുന്ന ടൈം കൊണ്ട് റിവൈസ് ചെയ്ത്, നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്, ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് പഠിച്ച് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയും സമയം കൊണ്ട് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 5 മണി തൊട്ട് 12 മണി വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മണിക്കൂർ കിട്ടും? ഏതാണ്ട് 7 മണിക്കൂർ അല്ലെ? ഇവിടെ നമുക്ക് 7 മണിക്കൂർ കിട്ടും, 7 hours കിട്ടും. എന്തിനു വേണ്ടി? മാത്തമാറ്റിക്സ് പഠിക്കാൻ. ഇനി ഈവനിങ് 5 to 10, ഞാൻ രാത്രിയിലുള്ള 5 മണി തൊട്ട് 10 മണി വരെയുള്ള സമയം, ഈവനിങ് തൊട്ട് രാത്രി 10 വരെയുള്ള സമയം, അതായത് ഇത് എത്ര മണിക്കൂർ കിട്ടും? ഏതാണ്ട് 5 മണിക്കൂർ അല്ലെ? 5 അല്ലേ? 5, 6, 7, 8, 9, 10. യെസ്, 5 hours ആർക്ക് ഞാൻ കൊടുത്തു? 5 hours ഫിസിക്സിന് കൊടുത്തു.
ആൻഡ് ഇവിടെ 1 മണിക്ക് തുടങ്ങി 2, 3, 4 അതായത് ജസ്റ്റ് 3 അവേഴ്സേ ഉള്ളൂ. പക്ഷെ 3 അവേഴ്സ് നമുക്ക് കുറവായിട്ട് വിചാരിക്കരുത്. കാര്യം എന്താ, നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കുറവാണ്, നമുക്ക് 3 അവേഴ്സ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എത്ര വരുന്നുണ്ട്, 5ഉം 3ഉം 8, 8ഉം 7ഉം 15 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ഇനിയും പഠിക്കണം. അതെന്തായാലും ചെയ്യണം. ഇത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പിന്നെ എൻട്രൻസ് എക്സാം എഴുതണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ അത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, അത്രയും ഈ ഫൈനൽ ലാപ്പ് എല്ലാവരും കുറെ ദൂരം ഓടി വന്നങ്ങ് ക്ഷീണിച്ച് പിന്നെ അവിടെ കിടന്നുറങ്ങും. അത് പാടില്ല. ഫൈനൽ ലാപ്പ് അടിപൊളിയാക്കണം, റിവിഷൻ അടിപൊളിയാക്കണം, എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടൈം ഷെഡ്യൂളിൽ ഈ സബ്ജക്ട് പഠിക്കുക. ഫിസിക്സ് ഈവനിങ്ങിൽ ഇട്ടത്, ഫിസിക്സും കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്, കൂടുതൽ ചാപ്റ്ററുകളുണ്ട്, കൂടുതൽ സമയം നമുക്ക് വേണം. കെമിസ്ട്രി ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സമയം അതിനു വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡെയിലി നിങ്ങളൊരു 15 മണിക്കൂർ യൂട്ടിലൈസ് ചെയ്യുക. മാത്സിന് കൂടുതൽ സമയം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ചാപ്റ്റർ എടുക്കുക. അതേ ദിവസം 17-ാം തീയതി അതേ ദിവസം കെമിസ്ട്രി നമ്മൾ ക്ലാസ് 11 പാർട്ട് 1ന്റെ ടെക്സ്റ്റും ഫിസിക്സ് ക്ലാസ് 11 പാർട്ട് 1ന്റെ ടെക്സ്റ്റും തീർത്തിരിക്കണം. ഇത്രയുടെ റിവിഷൻ എന്ന് പറയുമ്പോൾ മുഴുവൻ NCERT ഇരുന്ന് വായിക്കലാണോ? അല്ല, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഷോർട്ട് നോട്ട് പഠിക്കുക, ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എവിടുന്ന് എടുക്കാമെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രിഫേർഡ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണെങ്കിൽ അവരുടെ ബുക്കുകളോ ക്വസ്റ്റ്യൻ പേപ്പറുകളോ യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇടുന്നതായിരിക്കും, മാത്സും ഫിസിക്സും കെമിസ്ട്രി ഇടുന്നതായിരിക്കും. അതിന് പാരലായിട്ട് നിങ്ങൾക്ക് അഡീഷണലി ഹെൽപ്പിന് വേണ്ടി ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വാട്സാപ്പ് നമ്പർ 9956578116 ആണ്. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കുള്ള ഡൗട്ടുകളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ടോളൂ. അപ്പൊ തന്നെ നിങ്ങൾ മറുപടി എക്സ്പെക്ട് ചെയ്യരുത്. കുറെ പേര് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. സോ ചെറിയൊരു ഡിലേ വന്നാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾ ഇട്ടോളൂ, ഞങ്ങൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. 18-ാം തീയതി തൊട്ടടുത്ത ദിവസത്തേക്ക് എത്തി. സെയിം ടൈമിംഗ് ആണ്. അപ്പുറത്തൊന്ന് കോപ്പി പേസ്റ്റ് അടിച്ചതാണെന്ന് ഇവിടെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതും PM തന്നെയാണ് കേട്ടോ. രാവിലത്തെ ആ സമയം നമ്മൾ അഗെയിൻ മാത്സിന് കൊടുക്കുന്നു, അഗെയിൻ കെമിസ്ട്രി അടുത്ത പ്ലസ് 1 പാർട്ട് 2ലേക്ക് പോയി, ഫിസിക്സ് +1 പാർട്ട് 2ലേക്ക് പോയി. ഇവിടുത്തെ ചാപ്റ്റേഴ്സ് സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ, ഇൻട്രൊഡക്ഷൻ ടു 3D, ലിമിറ്റ്, ഡെറിവേറ്റീവ്, സ്റ്റാറ്റിക്സ്, പ്രോബബിലിറ്റി എല്ലാം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങളുടെ +1 ചാപ്റ്റർ മാത്സ് അങ്ങ് തീരും ഇവിടെ കൊണ്ട്. അതേപോലെ +1 കെമിസ്ട്രി ഇതും തീർന്നു കഴിഞ്ഞു. നമ്മൾ അഗെയിൻ ഇവിടെ സെയിം ടൈമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം 15 അവേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോളുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ടൈം ഷെഡ്യൂളിൽ കൃത്യം 15 മണിക്കൂർ പഠിക്കാനൊന്നും കിട്ടത്തില്ല. കാര്യം എന്താ, ഇവിടെ ഈ 5 തൊട്ട് 12 വരെ ഉള്ളതിന് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ എന്തായാലും അതിന് കുറച്ച് സമയം പോകും, ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ നഷ്ടപ്പെടുത്തും. പിന്നെ ഇവിടെ 12 തൊട്ട് 1 മണി വരെ ഞാൻ ലഞ്ച് ബ്രേക്ക് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ലഞ്ച് കഴിച്ച് നിങ്ങൾ ആ 1 അവർ ഒന്ന് റിലാക്സ്ഡ് ആയി ലഞ്ച് കഴിക്കുക. കുറച്ചു നേരം TV ഒക്കെ ഒന്ന് കാണാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. കുറച്ചു നേരം, അല്ലാതെ ഇതിനെല്ലാത്തിനും വിട്ട് നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് റീസെന്റ് ന്യൂസുകളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പാട്ടുകളോ ഒക്കെ കേട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അഗെയിൻ ഒരു പാട്ട് കേട്ട് ഉറങ്ങിപ്പോകരുത് കേട്ടോ. 1 മണിക്ക് വീണ്ടും പഠിക്കാനിരിക്കുക, 4 മണി വരെ. അത് കഴിഞ്ഞൊരു ടീ ബ്രേക്ക് എടുത്തു, കുളി നന എല്ലാം കഴിയുന്നു. 5 to 10 നമ്മൾ ഫിസിക്സിലേക്ക് പോകുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഡിന്നറും കഴിക്കണം. 10 മണി കഴിയുമ്പോൾ മര്യാദയ്ക്ക് കയറി കിടന്നുറങ്ങുക. അങ്ങ് അറ്റം പോയാൽ 11 മണി. അതിന് മുമ്പ് ഉറങ്ങിയിരിക്കണം. കാര്യം നമുക്ക് രാവിലെ 5 മണിക്ക് പഠിക്കാനുള്ളതാണ്. ക്ലിയർ? ഇതൊരു നല്ല ടൈമിംഗ്. ഇനിയും കൃത്യം ചിലർക്ക് രാത്രി ഇരിക്കണമെന്ന് ആഗ്രഹം കാണും, നൈറ്റ് ഔൾസ്. അപ്പം ഇത് ഏർലി റൈസേഴ്സ് ആണ്. അതിരാവിലെ എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. പാതിരാത്രി കുത്തിയിരിക്കുന്നവർ അതിനനുസരിച്ച് ടൈം ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ 5 മണിക്കല്ല, മറിച്ച് 8 മണിക്കാണ് രാവിലെ പഠിക്കാനിരിക്കുന്ന ഒരാളെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾ 5-ന്ന് 8ലേക്ക് 3 മണിക്കൂർ നഷ്ടപ്പെടുത്തി. അപ്പൊ അതിനനുസരിച്ച് ടൈമിംഗ് സ്വിച്ച് ചെയ്ത് പോവുക. അപ്പം 10 എന്നുള്ളത് 1 മണിയാവും. എന്നിട്ട് കയറി കിടന്നുറങ്ങുക. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് മാറ്റുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 18-ാം തീയതി ദിനം ഇങ്ങനെ യൂസ് ചെയ്യുക. ഒബ്വിയസ്ലി ഇതിൽ നിന്ന് നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ് 19, 20 എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ നമ്മൾ +1 ടോപ്പിക് ആണ് കവർ ചെയ്തതെങ്കിൽ 19-ാം തീയതി അഗെയിൻ സെയിം ഷെഡ്യൂൾ, സെയിം ടൈമിംഗ്, പക്ഷെ +2ലേക്ക് പോകും. ക്ലാസ് 12 പാർട്ട് 1, ക്ലാസ് 12 പാർട്ട് 1, ക്ലാസ് 12 പാർട്ട് 1,
എഗെയിൻ 20-ാം തീയതി അതേ ഷെഡ്യൂൾ തന്നെ ക്ലാസ് 12 പാർട്ട് 2. ഈ 4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇനി അത്രേ ഉള്ളൂ ദിവസം, 7 ദിവസമേ ഉള്ളൂ. അതില് ലാസ്റ്റ് 4 ദിവസം ഈ റിവിഷൻസ് നടത്തുക. ഇനി ഒരു കാര്യം കൂടി പറയാം, അതും നമ്മൾ പറയേണ്ടതാണ്. ഈ വീഡിയോ ഇടയ്ക്ക് എന്തെങ്കിലും കണ്ടുവച്ച് ചുമ്മാ നിങ്ങൾ കമന്റ് ചെയ്യരുത്. കമന്റ് ചെയ്യേണ്ടതെന്നല്ല, പക്ഷെ ഒന്ന് വീഡിയോ മുഴുവൻ കാണണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഓൾറെഡി എല്ലാം പഠിച്ച് എല്ലാം റിവൈസ് ചെയ്ത് എല്ലാ ഇക്വേഷൻസും അടിപൊളിയായിട്ട് അറിയാം, ഇനി അങ്ങോട്ട് എക്സാം ഹാളിലേക്ക് പോയാൽ മതി എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഞാൻ ഈ പറഞ്ഞ ടൈം ഷെഡ്യൂൾ ഇല്ലയോ, ആ ടൈം ഷെഡ്യൂളിൽ റിവിഷന് പകരം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ആ പറഞ്ഞ ചാപ്റ്ററുകൾ എടുക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, ചാപ്റ്ററുകൾ എടുക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, ചാപ്റ്ററുകൾ എടുക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു ഫുൾ മോക്കുകൾ എഴുതി ഫുൾ മോക്ക് സീരീസ് എഴുതി മടുക്കണം. എന്നിട്ട് എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആ സെയിം ടൈപ്പ് സെയിം മെത്തേഡ് സാധനമായിരിക്കും ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എക്സാം എഴുതി പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുക. അങ്ങനെ നമ്മുടെ 4 ദിവസം നമ്മളിപ്പം കഴിഞ്ഞു, 17 തൊട്ട് 4 ദിവസം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, ഫുൾ ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾ ഓൾറെഡി സൈറ്റിൽ വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളതാണ്. എക്സാമിന്റെ ഷെഡ്യൂൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെയാണ്. അതിന് മുമ്പ് ബഫർ ഡേ ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബഫർ ഡേ എന്താണെന്നൊക്കെ അറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാത്തൊരു താഴെ കമന്റ് ചെയ്ത് ഞാൻ റിപ്ലൈ ചെയ്തോളാം. ഒന്നുമില്ല, എക്സാമിന് മുമ്പായിട്ട് ഈ എക്സാം കൗൺസിലേഴ്സും അവരൊക്കെ അവിടെ വരും. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ ബോധേഡാവണ്ട. നമ്മൾ നമ്മുടെ എക്സാം സമയത്ത് കൃത്യം 2 തൊട്ട് 5 വരെ എക്സാം ഹാളിൽ ചെല്ലുക, പ്രോപ്പറായിട്ട് എക്സാം എഴുതുക, അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രോപ്പറായിട്ട് എക്സാം പ്ലാൻ ചെയ്ത് പോകാം. അത് നമുക്ക് ഈ ഒരു ഡേറ്റിലാണെന്നൊക്കെ അറിയാം. അപ്പൊ ഇപ്പം നമ്മൾക്ക് അറിയാം എക്സാം ഡേറ്റ് വരുന്നത് 24-നാണ്. നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പം നിൽക്കുന്നത് 20-ാം തീയതിയാണ്. സോ നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളോട് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മോക്ക് എക്സാമിന് വേണ്ടി ടൈം ടേബിൾ യൂസ് ചെയ്യുക. 21, 22, 23, 24-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവരോടാണ് അതിന്റെ തൊട്ട് മുമ്പത്തെ 3 ദിവസം എക്സാമിന്റെ എക്സാക്ട് ടൈമിംഗ്. 2 to 5 ആണ്. സെയിം 2 PM to 5 PM നമ്മൾ എന്ത് എഴുതിയിരിക്കും, മോക്ക് എക്സാം എഴുതുക. കറക്റ്റ് ആ സമയത്ത് തന്നെ എഴുതി ശീലിച്ച അടിപൊളിയായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം ഇപ്പൊ നല്ല ചൂടൊക്കെയാണ്, നല്ല ചൂടാണ്. നമുക്ക് പെട്ടെന്ന് വെറുതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, നല്ല ടയേർഡാകും, പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും. അപ്പം ആ സമയം തന്നെ എക്സാം എഴുതി എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവും, വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ പറ്റും. പിന്നെ ഓർത്ത് വെക്കുക, കുടിക്കാൻ കയ്യിൽ വെള്ളം കരുതുക, വെള്ളം കുടിക്കുക. നിങ്ങൾ ഈ മോക്ക് എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക, വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. കറക്റ്റ് ഈ ടൈമിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ, ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഈ മോക്ക് എക്സാം എഴുതും. ഇപ്പൊ മോക്ക് എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും, മോക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നെറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ മതി, എത്ര മോക്ക് സീരീസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നമുക്ക് കിട്ടും. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ ഓൾറെഡി പല സെന്ററുകളിൽ പഠിക്കുന്നവരായിരിക്കും, അവിടുത്തെ മോക്ക് സീരീസ് ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ എഴുതി പോയതോ അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോയതോ ആയിട്ടുള്ള നിങ്ങളുടെ സെന്ററുകളിലെ മോക്ക് സീരീസ് ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഉറപ്പായിട്ട് അവരെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സെൻഡ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ ഒക്കെ തരുന്നതായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മോക്ക് സീരീസ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് നൗ നിങ്ങൾ ഏത് സെന്ററിലാണോ പഠിക്കുന്നത് അവിടുത്തെ മോക്ക് സീരീസ് എഴുതി പോകുക, ഒരു പ്രശ്നമില്ല. അതിനകത്ത് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോ എടുത്ത് അയച്ചോളൂ, നമ്മളാലാവുന്ന വിധം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടി ഓർക്കുക, 2 to 5 PM ആണ് നമ്മുടെ മോക്ക് സീരീസിന് വെക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് കുറെ സമയം ഉണ്ടല്ലോ, എന്ത് ചെയ്യണം, ഫുൾ റിവിഷൻ മീൻസ് എന്താ, ഇക്വേഷൻസ് നോക്കുക. നമുക്ക് ഏതെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എടുത്താൽ ആ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മുടെ തലയിൽ നിൽക്കുന്നില്ല, ഒന്നുകൂടെ പെട്ടെന്ന് എടുത്ത് വെച്ച് നോക്കുക. അതിനുവേണ്ടി നമ്മൾ ഇനി നമ്മുടെ ഷോർട്ട് നോട്ടുകളും ഇക്വേഷൻസ് എഴുതിയ ആ പേപ്പറുകളും മാത്രം അതിനുവേണ്ടി യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ പഠിക്കാത്ത ഒരു സാധനവും പിന്നെ പഠിക്കാൻ നിൽക്കരുത്. ഈ സമയത്ത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ മോക്ക് സീരീസ് എഴുതുക. ക്ലിയർ? അങ്ങനെ ഈ മോക്ക് സീരീസ് കൂടെ എഴുതി കഴിയുമ്പോൾ ഇത് 24-ാം തീയതി എക്സാം ഉള്ളവരുടെ അവസ്ഥയാണ്. 25-ലും 26, 27-നുമാണ് എക്സാം എങ്കിൽ അവർ വീണ്ടും താഴോട്ട് മോക്ക് എക്സാം തന്നെ എഴുതി പോവുക. അതിനനുസരിച്ച് ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ മതി. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ലീവ് ആസ് ഇഫ് യു വെയർ ടു ഡൈ ടുമോറോ, ലേൺ ആസ് ഇഫ് യു വെയർ ടു ലീവ് ഫോർ എവർ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാക്സിമം അടിപൊളിയായിട്ട് പഠിക്കാനുള്ള, ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സിലബസിലുള്ള പഠിത്തം മാത്രമല്ല കേട്ടോ, ലൈഫിനെ പറ്റി പഠിക്കുക. ഒരുപാട് അടിപൊളി എക്സ്പീരിയൻസുകൾ ഉണ്ടാവട്ടെ. അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻസോടെ എക്സാം ഹാളിൽ പോവുക. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കരുത്. ബി പോസിറ്റീവ്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂളായിട്ട് എക്സാം ഹാളിൽ പോയാൽ
കൂൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. സോ മക്കളെ, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ സപ്പോർട്ടുകളോ എന്തെങ്കിലും സജഷനുകളോ അല്ലെങ്കിൽ ഇന്ന ഒരു വീഡിയോ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അറിയാനുണ്ട്, ഒരു വീഡിയോ ചെയ്യാൻ ഇന്ന ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തെ പറ്റി അറിയണം, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മളാൽ ആകും വിധം നിങ്ങളെ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ ബെസ്റ്റ് വിഷസ് ഇൻ അഡ്വാൻസ്. എക്സാം അടിപൊളിയായിട്ട് പഠിച്ച് എഴുതി വാ. നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ വാതിലൊക്കെ തുറക്കാൻ പോകുന്ന സമയമാണ്. വൺ മോർ, ഞാൻ ആ കാര്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. ഞാനും നിങ്ങളോട് പറഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. കീം എഴുതിയ ഒരാളായതുകൊണ്ട്, ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു പഴയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈവൻ കീം എക്സാം എഴുതി നല്ല ഒരു കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ 2-3 ഗുണങ്ങളുണ്ട്. അത്യാവശ്യം നല്ലൊരു കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഫ്രണ്ട്സ് അടിപൊളിയായിരിക്കും. എനിക്ക് എന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയ എന്റെ ബെസ്റ്റ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു രക്ഷയില്ല. സ്റ്റിൽ അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവരെല്ലാരും ഭയങ്കര സെറ്റിൽഡ് ആണ്, ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അവർക്കൊപ്പം നമ്മൾ നിന്നാൽ നമ്മളും അവരെ പോലെ വളരും. അതാണ് ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം, ദ അൾട്ടിമേറ്റ് ടീച്ചേഴ്സ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു ഗുണമാണ് അടിപൊളി ടീച്ചേഴ്സിനെ കിട്ടും. എല്ലാവരും മാരകമൊന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമുക്ക് ഗുണകരമാകുന്ന കുറെ നല്ല ടീച്ചേഴ്സിനെ കിട്ടും. ആൻഡ് ഫൈനലി, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം, നമുക്ക് അടിപൊളി ഒരു ക്യാമ്പസിൽ പഠിക്കാൻ പറ്റും. ക്യാമ്പസ് ലൈഫ് സൂപ്പറാണ്. എസ്പെഷ്യലി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ക്യാമ്പസിൽ പഠിക്കണം. ആ ക്യാമ്പസ് പ്രൈവറ്റ് കോളേജ് പോലെയല്ല, പ്രൈവറ്റ് കോളേജ് മോശമാണെന്നല്ല, പക്ഷെ ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറൊരു സാധനം തന്നെയാണ്. അത് ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല, ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. സോ അങ്ങനെ ഒരു ക്യാമ്പസിൽ എത്തിപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ളൊരു വാതിലാണ് ഈ എക്സാം എന്ന കാര്യം നിങ്ങൾ ഓർമ്മയിൽ ഒന്ന് വെക്കുക. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആരും നെഗ്ലക്ട് ചെയ്യാത്ത എല്ലാവരും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളും അത് ശ്രദ്ധിക്കുക. നല്ല കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ, എസ്പെഷ്യലി കേരളത്തിലുള്ള ടോപ്പ് 10 എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഏതെങ്കിലും ടോപ്പ് 10, ഓരോ വർഷങ്ങൾക്കനുസരിച്ചും റാങ്കിങ് ഒക്കെ മാറും. എന്നാലും ട്രിവാൻഡ്രം സീറ്റ്, കാലിക്കറ്റ് NIT നിങ്ങൾക്കറിയാലോ, വേറൊരു ജോണറിൽ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് എക്സാം എഴുതി പോകുന്നതാണ്. ഇപ്പൊ നമ്മൾ കീമിന്റെ വഴി നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രം CET പോലത്തെ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, കൊല്ലം TKM, അതുപോലെ കോതമംഗലത്തുള്ള MIC മാർ അത്തനേഷ്യസ് കോളേജ്, അങ്ങനെ കുറെ കോളേജുകളുണ്ട്. RIT ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് ഉണ്ട്, അങ്ങനെ സീരീസ് ഓഫ് NSS പാലക്കാട്, ഒരുപാട് കോളേജുകളുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ടോപ്പ് 10 കോളേജുകൾ, ഞാൻ അതിനെപ്പറ്റി ഉടനെ റീസെന്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ ആദ്യത്തെ ഏതെങ്കിലും നല്ല കോളേജിൽ പഠിക്കാൻ പറ്റിയാൽ അടിപൊളി ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സൂപ്പർ ജോബ് നിങ്ങളുടെ ലൈഫിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒക്കെ ഒരു വാതിലാണ് ഈ സാധനം, ഈ കീം എന്ന് പറഞ്ഞ എക്സാം. നിങ്ങളെ കൊണ്ട് അടിപൊളിയായിട്ട് ഇത് എഴുതാൻ പറ്റട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് വിട പറയുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.